ഗുഡ് മോർണിംഗ്. സോ ഇന്നൊരു ടോപ്പിക്കുമായിട്ടാട്ടോ വന്നിരിക്കുന്നത്, അതായത് ഹൗ ടു ഡീൽ വിത്ത് ടോക്സിക് ടീച്ചേഴ്സ്. ബട്ട് ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ ഞാൻ ഒരു കാര്യം പറയാം. നോട്ട് ഓൾ സ്ട്രിക്ട് ടീച്ചേഴ്സ് ആർ ടോക്സിക്. ഞാൻ എന്തുകൊണ്ടത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലാണെങ്കിലും ചിലപ്പോൾ ഈവൻ കോളേജസിൽ പോലും അങ്ങനെ കണ്ടുവരാറുണ്ട്. അതായത് ചിലപ്പോൾ നമുക്കൊന്ന് ഡൗട്ട് ചോദിക്കാൻ പോലും പേടിയായിരിക്കില്ല. ചില സ്റ്റാഫ് റൂമുകളിൽ കയറിയിട്ട് ചില ടീച്ചേഴ്സിന് ഒരു ഡൗട്ട് ചോദിക്കാൻ പോലും പേടിയായിരിക്കും. അതുപോലെ തന്നെ ചില ആൻസൈറ്റി നമുക്ക് പെട്ടെന്ന് വരും. അതായത് അയ്യോ ഇന്ന ടീച്ചറിന്റെ അവറാണ്, അപ്പം അതുകൊണ്ട് എന്തായാലും ആൻസൈറ്റി വരും. ആൻസൈറ്റി വരുമ്പോൾ അതെങ്ങനെ ആ ടൈമിൽ എങ്ങനെ ആ ക്ലാസ്സിലിരുന്ന് അറ്റൻഡ് ചെയ്യും. ഇത് മെയിനായിട്ട് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ് ഒരു ടോക്സിക് ടീച്ചർ. ആ ടോക്സിക് ടീച്ചറുടെ ട്രെയ്റ്റ്സ് കൊണ്ടായിരിക്കാം മേ ബി ഇത് വരുന്നുണ്ടാവുക കേട്ടോ. ഇതിൽ വരുന്ന ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഹ്യൂമിലിയേഷൻ ആണ്. പിന്നെ അതുപോലെ തന്നെ അതായത് കോൺസ്റ്റന്റ് ഹ്യൂമിലിയേഷൻ പറയുന്നത് ക്ലാസ്സിൽ വന്നിട്ട് കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിലിട്ട് അങ്ങ് അപമാനിക്കുക. അത്ര നല്ല കാര്യമൊന്നുമല്ല സീരിയസ്ലി ചെയ്യുന്നത്. കാരണം അത് ഇരിക്കുന്നതും അതൊരു മനുഷ്യക്കുഞ്ഞാണ്. അപ്പം അത് ബോധം വേണം. പിന്നെ ഫേവറേറ്റിസം, ചില കുട്ടികളോട് മാത്രം ചിലവിടെ ഫേവറേറ്റിസം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്യുന്നവരുണ്ട്. പിന്നെ അതുപോലെ കുട്ടികളെ ഇഗ്നോർ ചെയ്യുക, ഡിസ്കറേജ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരും ഉണ്ട്. അതായത് അവരെ മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഈ ഡിസ്കറേജ് ചെയ്യുക. അതായത് മാർക്കിന്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്ത് ഡിസ്കറേജ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. നെക്സ്റ്റ് തിങ് ഈസ് ഷൗട്ടിങ്. അനാവശ്യമായിട്ടുള്ള ഷൗട്ടിങ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാലും അത് കുട്ടികളിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, എല്ലാ സ്ട്രിക്ട് ടീച്ചേഴ്സും ടോക്സിക് എന്നല്ല, പക്ഷെ ചില ആളുകൾക്ക് ഒരു ടോക്സിക് മെന്റാലിറ്റി ഉണ്ടാവും. അതായത് ഇത് പക്ഷെ അഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളുടെ ഒരു മെന്റൽ പീസിനെയാണ്. ഇനി എങ്ങനെ കുട്ടികളുടെ മെന്റൽ പീസിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. അതായത് അവരുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങ് ലോ ആക്കത്തേ ഉള്ളൂ. അവർക്ക് പഠിത്തത്തിൽ മേ ബി കോൺസെൻട്രേഷൻ കിട്ടണം എന്നില്ല. ഇങ്ങനെ ഓവർ സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടണം എന്നില്ല. പിന്നെ അവർക്ക് പഠിക്കാനൊരു പേടി വരും. ഇതൊക്കെ നിങ്ങൾ ചെറിയ കുഞ്ഞു പിള്ളേരോടാണ് പോയി കാണിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. അവരോടൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് ആ ഒരു പേടി ഉള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ഒരു അറ്റാച്ച്മെന്റ് ആ ഒരു ടോക്സിക് ടീച്ചറോട് ഉണ്ടാവണം എന്നില്ല. പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ആൻസൈറ്റി വരുന്നു. പിന്നെ കുട്ടികളോടുള്ള ഇൻട്രസ്റ്റ് ലോസ്റ്റ് ആവുന്നു. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് കുഞ്ഞു പിള്ളേരാണെങ്കിൽ ഒരു പാരൻസ് ഒന്ന് സപ്പോർട്ട് നിൽക്കുക. അതുപോലെ തന്നെ ഇമോഷണലി സ്ട്രോങ് ആവുക. അതായത് നമ്മുടെ മൈൻഡ് ഇമോഷണലി അവിടെ സ്ട്രോങ് ആക്കാൻ നിൽക്കുക. പിന്നെ ഇവരുടെ പ്ലീസിങ് പിടിച്ചു പറ്റാനായിട്ടോ അപ്രൂവൽ പിടിച്ചു പറ്റാനായിട്ടോ നിൽക്കരുത്. നമ്മുടെ പഠിത്തത്തിൽ മാത്രം അങ്ങ് ഒറ്റയ്ക്ക് അങ്ങ് പഠിച്ചങ്ങ് പോവുക കേട്ടോ. നിങ്ങളുടെ മൈൻഡ് യുവർ ഓൺ ബിസിനസ്, അതാണ് നല്ലത്. ഇങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്നും അധികം അടുക്കാൻ നിൽക്കണ്ട. പിന്നെ അൺനെസസറി ആയിട്ടുള്ള ആർഗ്യുമെന്റ്സിന് പോകാൻ നിൽക്കരുത്. കാരണം അവർ